പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ഏറ്റവും ചെറിയ പ്രായത്തിൽ ഹിൽഫുൽ ഫുളൂൽ ദിനത്തിൽ എഴുന്നേറ്റ് നിന്നയാൾ. സന്മാർഗികളുടെ സഖ്യത്തിൻ്റെ ദിനത്തിൽ അവർ സമൂഹത്തിലെ ഓരോ അംഗങ്ങളുടെയും സാമ്പത്തിക അവകാശങ്ങൾ സ്ഥാപിക്കാനായി ഒത്തുകൂടിയതായിരുന്നു. എന്നാൽ മക്കയിലേക്ക് ഒരു വിദേശിയുടെ കടന്നുവരവോടെ അത് വിപരീതാർത്ഥത്തിലാണ് പ്രതിധ്വനിച്ചത്. മാത്രമല്ല, അദ്ദേഹം മക്കയിലെ ആളുകൾ ശ്രേഷ്ഠമായതിനെപ്പറ്റി വലിയ കവിതകൾ എഴുതി. അങ്ങനെ ചിന്തിക്കാൻ കാരണം കഅബ അവരുടെ കൈകളിലാണ്, കഅബ അവർക്കിടയിലാണ് എന്നതിനാൽ അവർക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം. നിങ്ങൾ ഇന്ന് മക്കയിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് ഈ വലിയ കെട്ടിടങ്ങൾക്ക് പുറത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? ക്ലോക്ക് ടവറിന് പിന്നിൽ എന്താണുള്ളത്? കോടിക്കണക്കിന് പൈസ ഉൽപ്പാദനത്തിനായി മാറ്റിവെക്കുന്ന കഅബയുടെ തുണിയിൽ നിന്ന് കുറച്ചു ദൂരം അകലെ നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുക? എന്താണ് അവിടെയുള്ളത്? അംഗവൈകല്യം വന്ന ആളുകൾ ജീവിക്കാനായി തെണ്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണത്തിന് വകയില്ലാത്ത വികലാംഗർ. ഇതല്ല നമ്മുടെ ഇസ്ലാം. ഉമർ ഇബ്നു ഖത്താബിനോട് കഅബയുടെ തുണി മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: കഅബയേക്കാൾ ഇവിടത്തെ പാവപ്പെട്ടവരാണ് തുണി ധരിപ്പിക്കപ്പെടാനും ഭക്ഷണം ഊട്ടപ്പെടാനും യോഗ്യർ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മാ അത്ഹറുക്കി, നിങ്ങൾ എത്രത്തോളം പരിശുദ്ധരാണ്. മാ ആലമുക്കി, എത്രത്തോളം വലിയവരാണ് നിങ്ങൾ. എന്നാൽ ഞാനിതാ ആണയിട്ട് പറയുന്നു, നിങ്ങളെക്കാൾ ഒരു വിശ്വാസിയുടെ ആദരവും രക്തവും സമ്പാദ്യവും ഒക്കെയാണ് അള്ളാഹുവിന് കൂടുതൽ പരിശുദ്ധം. ഇതല്ല നമ്മുടെ ഇസ്ലാം. ഒരിക്കലും ആചാരങ്ങളെപ്പറ്റി വേവലാതിപ്പെട്ടുകൊണ്ട് ചുറ്റുമുള്ള കാര്യങ്ങളെ തിരസ്കരിക്കുന്നതല്ല നമ്മുടെ ഇസ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ കഅബ ഇന്നത്തെ പോലെ മനോഹരമായ ഭംഗിയുള്ളൊരു രൂപമായിരുന്നില്ല. പ്രവാചകന്റെ പള്ളി ഇത്ര കണ്ട് മനോഹരമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അത്തരം പള്ളികൾ മേൽക്കൂരകൾ ഉണ്ടായിരുന്നില്ല. പ്രവാചകന്റെ പള്ളിയിൽ പരവതാനികൾ ഉണ്ടായിരുന്നില്ല. അവർ അഴുക്കുകളുള്ളിടങ്ങളിലാണ് നിസ്കരിച്ചത്. കാരണം അതായിരുന്നില്ല പള്ളികളെ ശ്രേഷ്ഠമാക്കിയത്. അതായിരുന്നില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രേഷ്ഠനാക്കിയത്. ഇസ്ലാമിന് മുമ്പ് അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു, കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പം. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? അദ്ദേഹം തൻ്റെ പ്രായക്കാരിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിരുന്നു. പ്രവാചകൻ തൻ്റെ 20കളിൽ മുതിർന്ന ആളുകളോടൊപ്പം കഅബയിൽ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു. തീർച്ചയായും ആളുകളുടെ അവകാശം ആദരിക്കുമെന്ന ഉറപ്പിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു: ഇസ്ലാമിന് ശേഷവും അവർ ഈ കാര്യത്തിന് എന്നെ വിളിച്ചാൽ ഞാൻ പോകുമായിരുന്നു. അതിന് ശിർക്ക് ചെയ്യുന്നവരോടൊപ്പവും ബഹുദൈവ ആരാധകരോടൊപ്പം ആയാൽ പോലും ആളുകളുടെ അവകാശങ്ങൾക്കായി ഞാൻ അവരുടെ കൂടെ നിൽക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമാധാനവാദിയായിരുന്നില്ല. അദ്ദേഹം ശബ്ദിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സാദിഖുൽ അമീനായിരുന്നു. അദ്ദേഹം ആളുകളുടെ വിശ്വസ്തനായിരുന്നു. റസൂൽ ആളുകളുടെ ഇഹലോകത്തിനെ മാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നന്മയിലേക്കും ആഖിറത്തിലേക്കും ആളുകളെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തെ അവർ വിശ്വസിച്ചത്. അദ്ദേഹത്തെ സ്വീകരിച്ചവർ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു പ്രവാചകൻ അവരുടെ ഈ ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നയാളാണെന്ന്. അതുകൊണ്ട് തന്നെ അടുത്ത ലോകത്തെ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാം.